എവിടെയില്ലാതെ കോഴിക്കോട് രണ്ട് വർത്താനം പറയാം. അപ്പോ എല്ലാ നിലയിലും ഒരു നദിക്ക് കുറുകെ ഇതുപോലെ ഒരു സംവിധാനം കേരളത്തിൽ അപൂർവമാണ്, ഇന്ത്യയിൽ അപൂർവമാണ്. ചാലിയാർ ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ഇടമാണ്. ആ ചാലിയാറിലൂടെ ഫറോക്ക് പുതിയ പാലത്തിന്റെയും പഴയ പാലത്തിന്റെയും ഇടയിലൂടെ സിപ്പ് ലൈനും അതുപോലെ തന്നെ ഇതുപോലുള്ള കേബിൾ കാറും ഒക്കെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഇതിനകം തന്നെ ഈ പ്രദേശങ്ങൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഫറോക്ക് പഴയ പാലം ദീപാലങ്കൃതമായി മാറിയതും പുതിയ പാലം കളർഫുള്ളായി മാറിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഘട്ടത്തിൽ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളിയും ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റും ഒക്കെ നടക്കുന്ന ഈ വേദിയിൽ പുതിയ പുതിയ ഐറ്റംസ് വരികയാണ്. സർക്കാർ സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ടൂറിസ്റ്റ് മേഖലയെ കൂടുതൽ ഉണർവോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എളിയ ഇടപെടലാണ്. നല്ല അനുഭവമാണ്. ബാക്കി ഇവർ പറയും. അടുത്ത സിപ്പ് ലൈനാവും. ഫറൂഖിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഹ്ലാദകരമായ സംഭവമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ബേപ്പൂർ തുറമുഖം, ടിപ്പുവിന്റെ കോട്ട, ചാലിയാർ, അങ്ങനെ തുടങ്ങി വളരെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള മേഖലകളെല്ലാം ചേർന്ന പ്രകൃതി രമണീയമായ പ്രദേശമാണിത്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഫറൂഖ് പഴയ പാലം നമ്മൾ പൂർണ്ണമായും ലൈറ്റ് തെളിയിച്ചതും അത് സൗന്ദര്യവൽക്കരിച്ചതും പുതിയ പാലം നവീകരിച്ചതും എല്ലാം ചേർത്ത് ഫറൂഖ് ബേപ്പൂർ ഒരു ടൂറിസം കോറിഡോറായി മാറാൻ വേണ്ടി പോവുകയാണ്. വളരെ സന്തോഷകരമായ അനുഭവമാണ്. ഈ ദിവസം ഫറൂഖിലുള്ള ജനങ്ങളാകെ സന്തോഷത്തോടു കൂടി പങ്കെടുത്തു.